ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. 100 വയസ്സിന് പട്ടയം. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പട്ടയമേളയിൽ 100 വയസ്സ് കഴിഞ്ഞ കാളിയമ്മയ്ക്ക് UR പ്രദീപ് MLA പട്ടയം നൽകിയപ്പോൾ കാണികളിൽ കൗതുകമുണർത്തി. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പട്ടയമേളയിൽ 100 വയസ്സ് കഴിഞ്ഞ കാളിയമ്മയ്ക്ക് UR പ്രദീപ് MLA പട്ടയം നൽകിയപ്പോൾ കണ്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും നാട്ടുകാരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് കൈകൂപ്പി നിന്നപ്പോൾ സദസ്സിൽ വേറിട്ടൊരു സന്തോഷത്തിന്റെ അനുഭവമായി മാറി. സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ട് എല്ലാം നേടിയെടുത്ത ഭാവത്തോടെ പട്ടയം മാറോട് ചേർത്ത് പിടിച്ച് തലോടുകയായിരുന്നു ഈ വലിയമ്മ. എനിക്ക് 100 വയസ്സും 6 മാസവുമായി എന്നിവർ അവിടെ വെച്ച് പറഞ്ഞു. തിരുവില്ലാമല പാമ്പാടി വില്ലേജിൽപ്പെട്ട കൊളമ്പിൽ കൊല്ലത്ത് വീട്ടിൽ പരേതനായ ചാമയുടെ ഭാര്യ കാളി 101 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഇവരുടെ പട്ടയം വാങ്ങിക്കാൻ വേണ്ടിയാണ് മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാൾ മണ്ഡപത്തിൽ മകൾ കോമളവും മരുമകൻ വിജയന്റെയും ഒപ്പം കാളിയമ്മ എത്തിയത്. ഏകദേശം 80 വർഷത്തോളമായി ചാമിക്കും കാളിക്കുമായി അടുത്തുള്ള പണക്കാരുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ വീട്ടുകാർ അന്ന് എഴുതി കൊടുത്തതായിരുന്നു 45 സെന്റ് സ്ഥലം. എന്നാൽ അന്ന് കൊടുക്കുമ്പോൾ ആധാരം കൊടുത്തിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇവർ നിരവധി സ്ഥലങ്ങളിൽ കയറിയിറങ്ങി. ഇതിൻ്റെ ഇടയിൽ 15 സെന്റിന്റെ ആധാരം ശരിയായി വന്നപ്പോൾ ചാമി മരിക്കുകയും കാളിയമ്മയ്ക്ക് അസുഖത്തെ തുടർന്ന് വാങ്ങിക്കാൻ പറ്റാതെ ആവുകയും ആയിരുന്നു എന്ന് മകൾ കോമളം പറഞ്ഞു. തുടങ്ങിയിട്ട് ഏകദേശം എത്ര സെന്റ് ഭൂമിയുണ്ട്? ഏകദേശം 45 സെന്റ്. ഇത് എന്തിന്റെ വനംവകുപ്പിന്റെ പുറമ്പോക്കം? അമ്മ പണിക്ക് പോയി വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയതാണ്. അപ്പൊ അത് അവര് ഇത് പട്ടയം നമുക്ക് തന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് കുറെ കാലം, ഒരു 10-40 കൊല്ലമായി പണി വേണ്ടെന്ന്. ഇപ്പോഴാണ് ആ സുലഭ നിമിഷം എത്തിപ്പെട്ടത്. വയസ്സ് വകവയ്ക്കാതെ കോണിപ്പടികൾ കയറി മുകളിലെത്തി ആധാരം കൈപ്പറ്റിയപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഒരു വികസനമാണെന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് പറഞ്ഞു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ വളരെ ആഹ്ലാദകരമായ ഒരു ചടങ്ങിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 377 പേർക്ക് ഇന്ന് പട്ടയം നൽകേണ്ടായി. അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് 100 വയസ്സും 6 മാസവും തികഞ്ഞ കാളിയമ്മ. അവരുടെ സന്തോഷം ആ വേദിയെ ആകെ വല്ലാത്ത രീതിയിൽ ത്രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം നിൽക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് വലിയ ഉത്തേജനവും ഊർജവും പകരുന്ന നിലയിലാണ് അത് കിട്ടിയതിൻ്റെ സന്തോഷം അവർ പങ്കുവച്ചത്. അവരുടെ സന്തോഷം അവർ പങ്കുവയ്ക്കാതിരുന്നില്ല. എല്ലാവരുമായും പത്രക്കാരുമായും അത് കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് CCV.